പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷതയൻ യേശു വരുമ്പോൾ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. ശോഭിക്കുമാദിനം പ്രധാന ദൂതൻ തൻ കാഹളം കേട്ടിടുമ്പോൾ. ശുദ്ധരിൻ ഗണമുയർക്കുമക്ഷയരായി മറുരൂപം പ്രാപിക്കും അന്നാളിൽ നാം. തൻ വരവിൻ ദിനം അത്ഭുതമാം ദിനം രോഗദുഃഖാദികൾ മാറിടുമാദിനം. നമുക്കായൊരുക്കിയ അത്ഭുത ഭവനം കർത്തൻ വരവിനായൊരുങ്ങിടുക. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷതയൻ യേശു വരുമ്പോൾ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ഈ ശാബത്ത് സ്കൂൾ ശുശ്രൂഷയിലേക്ക് ഏവരെയും ഞാൻ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ശാബത്ത് സ്കൂൾ ശുശ്രൂഷയുടെ ആരംഭമായി നമുക്ക് ഏവർക്കും ചേർന്ന് സത്യപ്രതിഭ ഗാനങ്ങളിൽ 1072 പാട്ട് പാടാം. 1072. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. എല്ലാരും ഏകമായി കൂടി സന്തോഷമായ
തിരുക്കരത്താലും പരിശുദ്ധാത്മശക്തിയാലും നീട്ടിയ തൃക്കരത്താലും പരിശുദ്ധാത്മശക്തിയാലും തിരുവചനം അതിധൈര്യമാ ഉരച്ചിടുക സഹോദരരെ. തിരുവചനം അതിധൈര്യമായി ഉരച്ചിടുക സഹോദരരെ. നിന്നിത പാത്രരായി മേവാ നമ്മെ നായകൻ കൈവിടുമോ? നിന്നിത പാത്രരായി മേവാ നമ്മെ നായകൻ കൈവിടുമോ? എഴുന്നേറ്റു നാം പാടുതീടുക, തിരുക്കരങ്ങൾ നമ്മോടിരിക്കും. എഴുന്നേറ്റു നാം പാടുതീടുക, തിരുക്കരങ്ങൾ നമ്മോടിരിക്കും. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. സങ്കീർത്തനം 117. സകല ജാതിയുമായുള്ളവരെ യഹോവയെ സ്തുതിപ്പിൻ, സകല വംശമായുള്ളവരെ അവനെ പുകഴ്ത്തുവിൻ. നമ്മോടുള്ള അവൻ്റെ ദയ വലുതായിരിക്കുന്നു, യഹോവയുടെ വിശ്വസ്തത എന്നേക്കുമുള്ളത്. യഹോവയെ സ്തുതിപ്പിൻ. ദൈവസന്നിധിയിൽ നമ്മുടെ തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗത്തിലെ ദൈവമേ, നല്ല പ്രഭാതവേളയ്ക്കായിട്ട് ദൈവത്തിന് നന്ദി പറയുന്ന കർത്താവേ, വിശുദ്ധ ശബ്ദത്തിൻ്റെ പ്രഭാത സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്ന കർത്താവെ, തുടർന്ന് നടത്തപ്പെടുന്ന ഓരോ ശുശ്രൂഷകളിലും അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണം. അതിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളെയും സ്വർഗ്ഗത്തിലെ ദൈവം അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാൽ പല ഭവനങ്ങളിലായിരുന്നുകൊണ്ട് ഞങ്ങളെ ശ്രവിക്കുന്ന തൻ്റെ മക്കളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് സ്വർഗ്ഗത്തിലെ ദൈവം ഇടപെടുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഞങ്ങളെ തന്നെ ഇന്ന് പകൽവേളയിൽ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. എല്ലാം യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഹാപ്പി സബത്ത്. ദൈവനാമം മാത്രം ഉണ്ടായിരിക്കട്ടെ. ഈ ആഴ്ച മിഷൻ തുപ്പാണ് തലക്കെട്ട് വീട് വീടാന്തരം എന്ന് നമ്മൾ എഴുതി അറിയിക്കുന്ന ആഷ്ലി അൽവാരസ്. അതെല്ലാം ആരംഭിച്ചത് അമേരിക്കയിലെ ടെക്സാസ് സംസ്ഥാനത്തിലെ അതിർത്തിയിൽ നിന്ന് തെക്കോട്ട് 2 മണിക്കൂർ കാറിൽ യാത്ര ചെയ്യുന്ന ചെറിയ മെക്സിക്കൻ പട്ടണത്തിലെ ഹൈസ്കൂളിൽ ഞാൻ പ്രവേശിച്ചതോടെയാണ്. ഒരു സഹപാഠിയായ കെറ്റ്സിയും ഞാനും നല്ല സുഹൃത്തുക്കളായി. അവൾ ഒരു 7th Day അഡ്വെന്റിസ്റ്റുകാരിയാണെന്ന് ഞാൻ മനസ്സിലായി. ക്യാമ്പുകൾക്ക് മറ്റ് സഭാ പ്രവർത്തനങ്ങളും അവൾ എന്നെ ക്ഷണിച്ചു. പക്ഷേ ഹൈസ്കൂളിലുടനീളം ഞാനത് നിരസിച്ചു. എനിക്ക് വരാനാവില്ല ഞാൻ പറഞ്ഞു. എൻ്റെ മാതാപിതാക്കൾ എനിക്ക് അനുമതി തന്നിട്ടില്ല. എന്നാൽ ഞാൻ ഒരിക്കലും എൻ്റെ മാതാപിതാക്കളോട് അനുവാദം ചോദിച്ചിരുന്നില്ല. എനിക്ക് പോകാൻ താല്പര്യമില്ലായിരുന്നു. ചിലപ്പോഴൊക്കെ കെറ്റ്സിയും ഞാനും തമ്മിൽ ശബത്തിനെ കുറിച്ച് സ്നേഹത്തോടെ വാദപ്രതിവാദമുണ്ടായിരുന്നു. അവള് വിശ്വസിച്ചത് അവൾ എന്നോടും പറഞ്ഞു, ഞാൻ വിശ്വസിച്ചത് അവളോടും. എന്നാൽ വാസ്തവത്തിൽ ഞാൻ എന്താണ് വിശ്വസിച്ചതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ വെറുതെ അവളെ എതിർക്കാൻ നോക്കുകയായിരുന്നു. എന്തായാലും എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞു, ആരാധിക്കുന്നത് ഏത് ദിവസമായാലും പ്രാധാന്യമില്ലെന്ന്. ഞങ്ങൾ ഹൈസ്കൂൾ പാസ്സായ ശേഷം കെറ്റ്സി വൈദ്യം പഠിക്കാൻ തീരുമാനിച്ചു. എന്നാൽ എൻ്റെ സർവകലാശാല അപേക്ഷ നിരസിക്കപ്പെട്ടു. ദൈവം എന്നെ ഉപേക്ഷിച്ചു എന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ഒരു വർഷത്തേക്ക് എനിക്ക് സങ്കടമായിരുന്നു. പിന്നീട് കെറ്റ്സി ഒരു ക്യാമ്പിന് എന്നെ ക്ഷണിച്ചു. ഞാൻ പോകാൻ തീരുമാനിച്ചു. ഉടൻ തന്നെ ആ ക്യാമ്പ് എനിക്ക് ഇഷ്ടമായി. ക്യാമ്പ് അംഗങ്ങൾ നല്ലവരും സ്നേഹമുള്ളവരുമായിരുന്നു. ആ ദിവസത്തെ ക്യാമ്പ് സുവിശേഷ വേലയിലാണ് ശ്രദ്ധ ഊന്നിയത്. ഒരു നദി വൃത്തിയാക്കുകയും ഒരു 7th Day അഡ്വെന്റിസ്റ്റ് പള്ളി പുതുക്കി പണിയുകയും ചെയ്തു. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് വീട് വീടാന്തരം പോകുന്നതിനായിരുന്നു.
ഞങ്ങൾ പാട്ട് പാടുകയും വാക്യം വായിക്കുകയും ചെയ്യുമ്പോൾ ജനങ്ങളുടെ മുഖം തിളങ്ങി. ഞങ്ങളുടെ പ്രാർത്ഥനയാൽ അവരുടെ ഹൃദയം രൂപാന്തരപ്പെട്ടു. എനിക്ക് കാണാൻ കഴിഞ്ഞു. ഞാൻ മുമ്പൊരിക്കലും സുവിശേഷ വേലയിൽ ഏർപ്പെട്ടിരുന്നില്ല. ഇതിൽ എനിക്ക് എത്ര സന്തോഷം തോന്നി എന്നതിൽ ഞാൻ മനസ്സിലാക്കി. ഞാൻ ചിന്തിച്ചു, ഇത് നിശ്ചയമായും എനിക്ക് കൂടുതലായി ചെയ്യണം. ഞാനത് എപ്പോഴും ചെയ്യണം. ആ ആഴ്ച അവസാനത്തിൽ ക്യാമ്പ് എൻ്റെ ജീവിതം മാറ്റി. എൻ്റെ സങ്കടങ്ങളെല്ലാം ഇല്ലാതായി. എൻ്റെ ജീവിതം ഒരു ഉദ്ദേശമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. എന്നാൽ എന്താ ഉദ്ദേശമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ക്യാമ്പിനെ കുറിച്ച് എൻ്റെ മാതാപിതാക്കളോട് പറഞ്ഞു. എന്നാൽ അവർ അതിൽ താല്പര്യമൊന്നും കാണിച്ചില്ല. അടുത്ത ശബത്തിന് ഞാൻ പള്ളിയിൽ പോയി. ജനങ്ങൾ എന്നെ സ്വീകരിക്കുകയും പരിപാടിയിൽ എന്നെ ചേർക്കുകയും ചെയ്തു. അതിനുശേഷം ഞാൻ വേദപുസ്തകം വായിക്കുകയും കൂടുതൽ പഠിക്കുകയും എല്ലാ ശബത്തിലും പള്ളി പോകുകയും ചെയ്തു. ആ ശബത്തിന് കൃത്യം 1 മാസത്തിന് ശേഷം മോണ്ടിമോറിയലിസിലെ സർവകലാശാലയിലെ ഒരു ദൈവശാസ്ത്ര വിദ്യാർത്ഥി ഒരാഴ്ചത്തെ സുവിശേഷ യോഗത്തിൽ സഭ സന്ദർശിച്ചു. ഞാൻ അവനെ അത്താഴത്തിനായി എൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അവൻ വേദപുസ്തകത്തെ കുറിച്ച് എന്നെ കുടുംബത്തെയും പഠിപ്പിച്ചു. അവൻ പോകുവാൻ ഒരുങ്ങിയപ്പോൾ എന്നോട് ചോദിച്ചു, നീ സ്ഥാനത്തെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ചോദ്യം കേട്ടപ്പോൾ ആലോചിച്ചു. ഇതെത്ര ഞാൻ ഇത് കേൾക്കാൻ നോക്കിയിരിക്കുകയായിരുന്നു. ഉടൻ തന്നെ ഞാൻ സ്ഥാനപ്പെടുവാൻ തീരുമാനിച്ചു. 3 ദിവസങ്ങൾക്ക് ശേഷം ഞാൻ സ്നാനപ്പെടുകയും ചെയ്തു. 1 മാസം കടന്നുപോയി. ഞാൻ സർവകലാശാലയിൽ ഒരു ക്യാമ്പ് ചേർന്നു. സാക്ഷി പറയേണ്ട സമയത്ത് എൻ്റെ കഥ പറയാനായി സംഘാടകർ എന്നെ ക്ഷണിച്ചു. ഞാൻ സംസാരിച്ചപ്പോൾ അത് ജനങ്ങൾക്ക് ചലനമുണ്ടാക്കി. അവര് എൻ്റെ സാക്ഷ്യം കേട്ട് കഴിഞ്ഞ് പറഞ്ഞു, ഇവൾക്ക് മോണ്ടിലോറസിൽ ഒരു വിദ്യാർത്ഥിയാകാൻ ആഗ്രഹമുണ്ട്. വാസ്തവത്തിൽ എനിക്ക് സർവകലാശാലയിൽ പഠിക്കാൻ താല്പര്യമില്ലായിരുന്നു. എൻ്റെ കയ്യിൽ പണമില്ലായിരുന്നു. കൂടാതെ ഞാൻ എൻ്റെ മാതാപിതാക്കളോടൊപ്പം താമസിക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ പഠന ചെലവിനായി ഗ്രന്ഥസുവിശേഷം ചെയ്യണമെന്ന് സർവകലാശാലയിലെ അധ്യാപികർ നിർദ്ദേശിച്ചു. അങ്ങനെ എനിക്കത് തള്ളാൻ പറ്റിയില്ല. ഞാൻ എൻ്റെ ആഗ്രഹമെല്ലാം സാധിക്കുന്നെന്ന് എനിക്ക് മനസ്സിലായി. ആ വേനൽ അവധിക്ക് കഴിഞ്ഞപ്പോൾ ഞാൻ തിരികെ ചെല്ലാൻ മാതാപിതാക്കൾ നിർദ്ദേശിച്ചു. ഭവനത്തിൽ എത്തിയപ്പോൾ പഠന ചെലവിനായി ഗ്രന്ഥസുവിശേഷണത്തിൽ ഏർപ്പെടുവാൻ ഞാൻ വാഞ്ചിച്ചു. ഞാൻ ഒരു ഗ്രന്ഥ സുവിശേഷകനായി വേല ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്ന് ഇപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു. ഒടുവിൽ ഞാൻ മാതാപിതാക്കളോട് തീർത്തും പറഞ്ഞു, നിങ്ങൾ എന്നെ കൊണ്ടുപോയില്ലെങ്കിൽ ഞാൻ തന്നെ പോകും. കോപത്തോടെ ഞാൻ അവരോട് പറഞ്ഞു. അങ്ങനെ അവരെന്നെ സർവകലാശാലയിൽ എത്തിച്ചു. പിന്നെ അവര് എന്നോട് വിട പോലും പറഞ്ഞില്ല. ഞാൻ സങ്കടത്തിലായി. കർത്താവിനോട് ഞാൻ പറഞ്ഞു, കർത്താവ്, ഇനി ഞാനും നീയും മാത്രമേ ഉള്ളൂ. മാതാപിതാക്കളുമായിട്ട് ബന്ധമില്ലാതെ 1 മാസമായിട്ട് ഞാൻ കഴിഞ്ഞുകൂടി. ഞാൻ തെറ്റ് ചെയ്തോ എന്ന് ഞാൻ ഓർത്തു. ഞാൻ ഒരു ദിവസം പിതാവിനെ വിളിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിൽ വരാൻ പോവാണ്. നീ തിരികെ വരരുത്, അവിടെ തന്നെ താമസിക്കുക. ഞാനും അമ്മയും അഡ്വന്റിസ്റ്റ് പള്ളിയിൽ ചേരാൻ പോകുകയാണ്. എനിക്കത് വിശ്വസിക്കാൻ ആവില്ല. ഞാൻ കരയാൻ തുടങ്ങി. ഞാൻ ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പോലും വയ്യായിരുന്നു. ഒരു ഗ്രന്ഥസുവിശേഷകനായി ദൈവവേല ചെയ്യാനുള്ള എൻ്റെ ഉറച്ച തീരുമാനത്തിൽ
എന്നെ ദൈവം ഇങ്ങനെ തീരുമാനിച്ചത് എനിക്ക് നല്ല സന്തോഷമായി. ആ ഫോൺ വിളിവിന് ശേഷം കഴിഞ്ഞിട്ട് 6 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ മാതാപിതാക്കൾ പിന്നെ എൻ്റെ സഹോദരിയും സ്നാനപ്പെട്ടു. എൻ്റെ ജന്മനാടായ ഞാൻ ഫ്ലോറൻസിൽ വളരെ ചെറിയ ഒരു സ്ഥലമാണ്. എൻ്റെ കുടുംബം അഡ്വൻറ്റിസ്റ്റുകാരായ ഇന്ന് ഇപ്പോൾ ഏവരുമായി ഞാൻ മാതാപിതാക്കളും ഞങ്ങളും കഥ പങ്കുവെച്ചപ്പോൾ കൂടുതൽ കുടുംബങ്ങൾ സഭ ചേരാൻ താല്പര്യം കാണിച്ചിരുന്നു. അടുത്ത് എൻ്റെ സഭയിൽ ഞാൻ എപ്പോഴും പോകുകയായിരുന്നു. ഇത് ഞങ്ങളുടെ കഥ തുടക്കം മാത്രമാണ്. ഇന്ന് 13ാം ശബത്ത് 3 ഇരട്ടി മറക്കില്ലല്ലോ. നന്ദി. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഡിവിഷൻ റിപ്പോർട്ട് നിർത്തുന്നു. നല്ല ദാസിയായി ഞാൻ
ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ഈ ജൂൺ മാസത്തിൻ്റെ അവസാനത്തെ ശബദിൽ പത്തനംതിട്ട ആലപ്പുഴ സെക്ഷൻ്റെ ശാബ സ്കൂളിലൊരു ഫ്യൂച്ചർ ടോക്ക് അവതരിപ്പിക്കാൻ അവസരമൊരുക്കിയ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. ഈ പ്രഭാതത്തിൽ ഫ്യൂച്ചർ ടോക്കായി നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നതായ ഒരു വിഷയമെന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ മാസവും ഈ മാസവും ഫേസ്ബുക്കിൽ നിറഞ്ഞു നിന്നതായ ഒരാഘോഷത്തെ പറ്റിയാണ്. അത് മറ്റൊന്നുമല്ല, ഫാദേഴ്സ് ഡേ, മദേഴ്സ് ഡേ ആഘോഷങ്ങൾ. ഫേസ്ബുക്ക് നിറഞ്ഞ് ലൈക്കും കമൻറ്റുകളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നതായ ഒരു കാഴ്ച എനിക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായി. അതിൻ്റെ ഇടയിൽ ഒരാഴ്ചയ്ക്ക് മുൻപ് ഒരു വീഡിയോ കാണാനിടയായി. യഥാർത്ഥത്തിൽ ഈ വീഡിയോ ഉണ്ടാവുന്നതിന് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഡിസ്കവറി ചാനലിൽ ഞാൻ ഈ കാഴ്ച കണ്ടിട്ടുണ്ട്. അത് ഒരു മത്സ്യത്തിൻ്റെ കഥയാണ്. 2 മത്സ്യങ്ങൾ, അതിൽ ഒരു മത്സ്യം ഇങ്ങനെ ധാരാളം മുട്ടയിടുന്നു. ആ മുട്ടയിട്ട് മത്സ്യം മാറുമ്പോൾ മറ്റൊരു മത്സ്യം, അതിൻ്റെ കൂടെയുള്ള മത്സ്യം വന്ന് ഈ മുട്ടയെല്ലാം വിഴുങ്ങുകയാണ്. എന്നാൽ ഒരു 50 ദിവസം, അത് എണ്ണിക്കൊണ്ട് 50 ദിവസം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ചെകിളകൾക്കിടയിൽ നിന്ന് ഈ കുഞ്ഞുങ്ങളെല്ലാം വെളിയിൽ വരുന്നതായ ഒരു കാഴ്ച കാണുവാനിടയായി. ഈ 50 ദിവസം ഈ ആൺമത്സ്യം ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. എന്നീ കുഞ്ഞുങ്ങൾ വെളിയിൽ വന്നതിന് ശേഷം ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുവാൻ തക്കവണ്ണം ഈ 2 മത്സ്യങ്ങളും അതിന് ചുറ്റും വലയം തീർത്ത് ആ കുഞ്ഞുങ്ങൾ വളരെ ആരോഗ്യത്തോടെ വളരുന്നത് കണ്ടുകൊണ്ട് ഇരിക്കുന്ന ഒരു കാഴ്ച എന്നെ വളരെയേറെ ആകർഷിക്കുകയുണ്ടായി. ഇവിടെ എനിക്ക് പറയുവാൻ ഉള്ളതായ ഒരു കാര്യം, മാനവരാശിയെ, മനുഷ്യൻ്റെ സൃഷ്ടിപ്പാണ് ദൈവം അവസാനം നിർവഹിച്ചത്. സൃഷ്ടിയുടെ മകുടമായിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ന്യായപ്രമാണം മോശയ്ക്ക് നൽകിയപ്പോൾ മനുഷ്യനോടുള്ള ബന്ധത്തിൽ വാഗ്ദത്തത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പനയായിട്ട് മാതാപിതാക്കളെ ബഹുമാനിക്കുക എന്ന കൽപ്പന കൊടുക്കുന്നതും നാം കാണുകയുണ്ടായി. ഇവിടെ ഫേസ്ബുക്കുകളിൽ തകൃതിയായിട്ടുള്ള വലിയ ആഘോഷമാണ് മദേഴ്സ് ഡേ, ഫാദേഴ്സ് ഡേ എന്നൊക്കെ പറയുന്നത്. അമ്മയുടെ പടമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചിട്ട് ഒരുപാട് പേര് വന്ന് അതിൽ കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നത് കാണുമ്പം യാഥാർത്ഥ്യത്തിൽ നിന്ന് എത്രയോ അകലെയാണ് നമ്മുടെ ആഘോഷങ്ങളെന്ന് പറയാതിരിക്കുവാൻ കഴിയുന്നില്ല. കാരണം കേരളം, ഇന്ത്യ പൈതൃകമായിട്ട് മാതാപിതാക്കൾക്ക് വളരെ സ്ഥാനം കൊടുത്ത ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. ആർഷഭാരത സംസ്കാരത്തിൽ കാണപ്പെട്ട ദൈവമാണ് മാതാപിതാക്കളെന്ന് നമ്മളെ പഠിപ്പിക്കുകയുണ്ടായി. എന്നാൽ ആ കാലങ്ങളെല്ലാം പോയി മറഞ്ഞിട്ട് ഇപ്പോൾ പ്രായമായി കഴിഞ്ഞ മാതാപിതാക്കൾ മക്കൾക്കൊരു ഭാരമായി, ശല്യമായി തീരുന്ന അനുഭവം വളരെ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലും ധാരാളം വയോജനങ്ങളെ നോക്കുന്നതിന് വേണ്ടിയുള്ള വീടുകൾ വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അമ്മയെ കൊണ്ടുവന്ന് അമ്പലത്തിൻ്റെ നടയിൽ കൊണ്ടുവന്ന് ആക്കിയിട്ട് പോവുക, അല്ലെങ്കിൽ വഴിയിൽ ഉപേക്ഷിക്കുക, അമ്മയ്ക്ക് ആഹാരം കൊടുക്കാതിരിക്കുക, അമ്മയെ മാത്രം കെട്ടിയിട്ടിട്ട് ഏതെങ്കിലും ഹോം നേഴ്സിനെ വെച്ച് അവരുടെ അടിയും ഒക്കെ കൊള്ളുന്നതായ കാഴ്ച, അപ്പനെ പിടിച്ച് തള്ളുന്നതായ മക്കൾ. ഇങ്ങനെ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ പറയുമ്പോൾ വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരുമായ മക്കളുടെ ഒരു തലമുറയായി നമ്മളുടെ ആ സംസ്കാരം തീരുന്നല്ലോ എന്നോർക്കുമ്പോൾ വളരെ സങ്കടം തോന്നുകയാണ്. എന്നാൽ ഈ ഫ്യൂച്ചർ ടോക്കിൽ ഈ മത്സ്യത്തിൻ്റെ പാഠത്തിൽ നിന്ന് എത്ര ത്യാഗമാണ് ആ ആൺമത്സ്യം സഹിച്ചത്. ആ പെൺമത്സ്യം അതുപോലെ തന്നെ തൻ്റെ ഉദരത്തിൽ ആയിരക്കണക്കിന് മുട്ടകൾ അത് ഇട്ട് അതിനെ മൊത്തം സംരക്ഷിക്കുന്നതായ ഒരമ്മ മത്സ്യവും അതിനെ വായിൽ ഏറ്റുകൊണ്ട് അതിനെ വളർത്തുന്നതായ ഒരു അപ്പൻ മത്സ്യവും. അതൊരു മത്സ്യത്തിൻ്റെ കഥയാണ്. ഇവിടെ നമ്മൾ നോക്കുമ്പം മാതാപിതാക്കളെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നത് കുഞ്ഞുങ്ങൾക്ക് ദീർഘായുസ്സോടെ ഇരിക്കുവാൻ തക്കവണ്ണം ദൈവം വച്ചിരിക്കുന്ന വാഗ്ദത്തത്തോടു കൂടിയ ഒരു കൽപ്പനയും അതുപോലെ തന്നെ ഒരു വാഗ്ദത്തം കൂടെ ചേർന്നതായ കൽപ്പനയാണെന്ന് നമുക്ക് മനസ്സിലാക്കുമ്പോൾ, പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളുടെ തലമുറ എന്തുകൊണ്ടാണ് ആയുസ്സിൻ്റെ മധ്യത്തിൽ പട്ടുപോകുന്നതെന്നൊരു കണക്ക് ശോധന ചെയ്താൽ നമുക്ക് മനസ്സിലാകും, വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന ഒരു കാര്യം, മാതാപിതാക്കളെ നോക്കാത്തൊരു തലമുറയാണെന്ന്.
അവർ താന്തോന്നികളായി തന്നിഷ്ടപ്രകാരം തിന്നും കുടിച്ചും ആടിപ്പാടി ആർഭാടങ്ങളോടുകൂടി നടക്കുകയാണ്. ഫേസ്ബുക്കിലും യൂട്യൂബിലും വാട്സാപ്പിലും മാത്രം സ്നേഹിക്കുന്നതായ ഒരു തലമുറയായി തീർന്നിരിക്കുകയാണ്. മനുഷ്യൻ്റെ മുഖം നേരെ കണ്ടാൽ അവർ വളരെ ശത്രുത മനോഭാവത്തോടെയാണ് കാണുന്നത്. എല്ലാ ആഘോഷങ്ങളും ഇന്ന് ഫേസ്ബുക്കിൽ ഫേക്കായിട്ട് ആഘോഷിക്കുമ്പോൾ യാഥാർത്ഥ്യത്തിൽ നിന്ന് എത്രയോ ദൂരമാണ് നാം സഞ്ചരിക്കുന്നതെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കി സത്യത്തിലേക്ക് തിരിച്ചു വന്ന് ദീർഘായുസ്സോടുകൂടി ഇരിക്കുന്ന ഒരു തലമുറയുടെ ഭാഗമാകുവാൻ ദൈവം നമ്മെ സഹായിക്കേണ്ടുന്നതിനാണ് ഈ ഫ്യൂച്ചർ ടോക്ക് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്നത്. നമ്മുടെ പ്രകൃതിയിൽ ഏതെല്ലാം ജീവജാലങ്ങൾ നമുക്ക് എത്ര പാഠങ്ങളാണ് നൽകിത്തരുന്നത്. നാം നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തി പത്യോപദേശത്തിൽ വളർത്തി ദൈവഭയത്തിൽ വളർത്തി വലുതാക്കി നമ്മുടെ മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്നത് നമ്മുടെ മക്കൾ കണ്ടു വളരണം. എങ്കിൽ മാത്രമേ നമ്മുടെ മക്കൾ നാം പ്രായമാകുമ്പോൾ നമ്മെ നോക്കുകയുള്ളൂ. ഇത് വളരെ യാഥാർത്ഥ്യമാണ്. നാം എന്തു വിതയ്ക്കുന്നോ അത് തന്നെ കൊയ്യും. അതുകൊണ്ട് പ്രിയ മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാതൃകയുള്ള മാതാപിതാക്കളായിരിക്കും നമ്മുടെ പിതാവിനോടും മാതാവിനോടും സ്നേഹത്തോടും സമാധാനത്തോടും സന്തോഷത്തോടും പെരുമാറുന്നത് നമ്മളുടെ കുഞ്ഞുങ്ങൾ കണ്ടു വളരുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കണം. അണുകുടുംബമാണ്. അതുകൊണ്ട് ഞാനും എൻ്റെ മക്കളും മാത്രം മതി എന്ന തീരുമാനമല്ല ദൈവം വച്ചിരിക്കുന്നത്. ഈ മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന അനുഭവങ്ങൾ ഒരു തരത്തിലും അത് നമുക്ക് അതിനോട് യോജിക്കുവാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ഈ ചെറിയ ഫീച്ചർ ടോക്കിലൂടെ നിങ്ങളുടെ മുൻപിൽ എനിക്ക് തരുവാനുള്ള സത്യം ഇതാണ്. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ, അത് ന്യായമല്ലോ. നിനക്ക് നന്മയുണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനും നിൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടുകൂടി ആദ്യ കൽപ്പനയാകുന്നു. അതുകൊണ്ട് പിതാക്കന്മാരോടും അമ്മമാരോടും എല്ലാം ആ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ നല്ല ഉപദേശങ്ങളാണ് തരുന്നത്. നമ്മുടെ കുടുംബം സ്വർഗത്തിലും ഇതുപോലെ കാണപ്പെടുവാൻ നാം നമ്മുടെ മാതാപിതാക്കളെ അനുസരിക്കുന്ന മാതാപിതാക്കളായി മക്കൾക്ക് മാതൃക ഉള്ളവരായി തീരാം. നമ്മുടെ കുഞ്ഞുങ്ങളും ആ പൈതൃകം ഏറ്റെടുത്ത് അങ്ങനെയുള്ള നല്ല തലമുറയായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ഫീച്ചർ ടോക്കിൽ നിന്ന് ഞാൻ ഇരിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും സമ്പന്നമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ശബ സ്കൂൾ ശുശ്രൂഷയുടെ അവസാനമായി നമുക്ക് ഏവർക്കും ചേർന്ന് സത്യപ്രതിഭ ഗാനങ്ങളിൽ 1127 പാട്ട് പാടാം. 1127 പാട്ട്. കഷ്ടങ്ങളിലും പാതറിടല്ലേ, കണ്ണുനീരിലും താളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എൻ്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എൻ്റേതാണേ. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറും. നിന്റെ വിശ്വാസമോ ഭംഗം വരികയില്ല, അത് പ്രാപിച്ചിടും നിശ്ചയം. അത് പ്രാപിക്കുമ്പോൾ നഷ്ടം ലാഭമാകും, ദുഃഖം സന്തോഷമായി മാറും. കഷ്ടങ്ങളിലും പതറിടല്ലേ, കണ്ണുനീരിലും താളർന്നിടല്ലേ, ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എൻ്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എൻ്റേതാണേ. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന. നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈശോ
വേദന. കഷ്ടങ്ങളിലും പതറിയിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. നിന്നെ കുറ്റം വിധിച്ച് തള്ളിക്കളഞ്ഞെന്നാലും പിന്മാറിപ്പോയിടല്ലേ. വീറുപിറുപ്പില്ലാതെ മുൻപോട്ട് പോകുക, യേശുവെന്നും നിന്റെ കൂടെ. നിന്നെ കുറ്റം വിധിച്ച് തള്ളിക്കളഞ്ഞെന്നാലും പിന്മാറിപ്പോയിടല്ലേ. വീറുപ്പില്ലാതെ മുൻപോട്ട് പോകുക, യേശുവെന്നും നിന്റെ കൂടെ. കഷ്ടങ്ങളിലും തളർന്നിടല്ലേ, കണ്ണുനീരിലും തളർന്നിടല്ലേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. ഞാനെന്നും നിന്റെ ദൈവം, നീ എന്നും എന്റേതാണേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവേ, തിരുനാമത്തിന് സ്തോത്രം. കർത്താവേ, ഇന്ന് ഈ ശാബത്ത് സ്കൂൾ ശുശ്രൂഷയിൽ പങ്കുകൊണ്ട എല്ലാ ദൈവമക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. അങ്ങയുടെ സാന്നിധ്യം അവരോട് കൂടിയിരുന്ന കൂടുതലായി അവിടുന്ന് ബലം പകരുമാറാകണം പ്രാർത്ഥിക്കുന്നു. തുടർന്ന് ശാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം അടിയങ്ങൾക്ക് തുണയായിരിക്കണമേ. അങ്ങയുടെ ആത്മാവിനാൽ അടിയങ്ങളെ ബലപ്പെടുത്തണമേ. ഇന്ന് ഞങ്ങൾ കേൾക്കുന്ന ആ പാഠം അത് ഞങ്ങളുടെ ഹൃദയത്തിൽ ആഴമായി പതിയുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാഠം പഠിപ്പിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ആത്മാവിൻ്റെ നിറവ് അവിടുന്ന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ ബലപ്പെടുത്തി തുടർന്നും അങ്ങയുടെ സാന്നിധ്യം അടിയങ്ങൾക്ക് തുണയായിരിക്കണമേ. എല്ലാം യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു. കൃപയോടെ കേൾക്കണം പരിശുദ്ധ പിതാവേ, ആമേൻ. ഗുഡ് മോർണിംഗ്. ഹാപ്പി സാബത്ത് ടു ഓൾ. ദൈവത്തിൻ്റെ നിസ്തുല നാമം മഹത്വപ്പെടട്ടെ. കോവിഡ് മഹാമാരി ഒരു മഹാദുരന്തം തന്നെ. ലോകാവസാനം അതിവിദൂരമല്ല എന്നും അത് വളരെ അടുത്തുകൊണ്ടേയിരിക്കുന്നു എന്നും നമ്മെ അത് വിളിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ദൈവത്തിൻ്റെ അജ്ഞാനുവർത്തികളായ ക്രിസ്ത്യാനികൾ എല്ലാം ഉണർന്ന് പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ലോകമെമ്പാടും സുവിശേഷം ഘോഷിക്കപ്പെടാൻ അമാന്തിച്ചുകൂടാ. സുവിശേഷവുമായി ചെന്നെത്താൻ ദുഷ്കരമായിരുന്ന പ്രദേശങ്ങളിലെല്ലാം ഇന്ന് വളരെ സുഗമമായി തന്നെ സുവിശേഷം എത്തിപ്പെടുന്നു. വിവിധ മാധ്യമ മാർഗങ്ങളിൽ കൂടി ലോകത്തിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും കോണിലും സുവിശേഷം ചെന്നെത്തുന്നു. അതിശക്തമായി ദൈവവേല നടക്കുന്നു. നാമും ഊർജ്ജസ്വലരായി ആത്മാർത്ഥമായി ഈ സുവിശേഷീകരണത്തിൽ പങ്കുചേരേണ്ടതിൻ്റെ ആവശ്യകത ഞാനിവിടെ ഊന്നിപ്പറയുന്നു. പാഠപഠനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്ന നീതിമാനുമായ അടിയങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, വീണ്ടും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാനും കർത്താവ് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർത്ത മഹാകൃപയ്ക്കായി അടിയങ്ങൾ നന്ദിയോട് സ്തോത്രം. തിരുവചന പഠനത്തിലേക്ക് കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കണം. അടിയനെയും അനുഗ്രഹിക്കണം. പരിശുദ്ധാത്മ നിറവ് നൽകിത്തരണം. എല്ലാം യേശുവിൻ്റെ ധന്യനാമത്തിൽ തന്നെ. ഈ ആഴ്ച ഈ ക്വാർട്ടർ മുഴുവനും നാം പഠിച്ചത് വാഗ്ദത്തം അല്ലെങ്കിൽ ഉടമ്പടിയെക്കുറിച്ചാണ്. ആരാണ് ഈ ഉടമ്പടിയുടെ ദാതാവ്? ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടികർത്താവായ ദൈവമാണ് ഉടമ്പടിയുടെയും വാഗ്ദത്തങ്ങളുടെയും ദാതാവ്. എന്താണ് ഉടമ്പടിയുടെ അന്തസത്ത? സൃഷ്ടിയും സൃഷ്ടിതാവും തമ്മിലുള്ള ബന്ധമാണ് ഉടമ്പടിയുടെ അന്തസത്ത. നാം ഒന്നാമത്തെ ആഴ്ചയിൽ നാം
സൃഷ്ടിയും സൃഷ്ടിതാവും തമ്മിലുള്ള ബന്ധത്തെ പഠിച്ചു. എന്നാൽ രണ്ടാമത്തെ ആഴ്ചയിൽ പാപച്ചെളിയിൽ ആണ്ടുപോയ മാനവനെ വീണ്ടെടുക്കുന്നതിലേക്ക് ദൈവം ഉടമ്പടി ബന്ധത്തിൽ ഏർപ്പെടുന്നു എന്ന് പഠിക്കുമ്പോൾ, മൂന്നാമത്തെ ആഴ്ചയിൽ മനുഷ്യരോടുള്ള ദൈവീക കരുണ വെളിപ്പെടുത്തുന്ന ഉടമ്പടി ദൈവം ആകാശത്തിൽ മഴവില്ല് രൂപേണ പ്രദർശിപ്പിച്ചു. നാലാമത്തെ ആഴ്ചയിൽ ദൈവിക രക്ഷാപദ്ധതി ലോകത്തിൽ വെളിപ്പെടുത്തുന്ന പ്രത്യേക ദൈവഹിതം തന്നോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ വെളിപ്പെടുത്തുവാൻ ദൈവം അബ്രഹാമിനെ വിളിക്കുന്നു. അഞ്ചാമത്തെ ആഴ്ച ഒരു ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വാഗ്ദത്തങ്ങൾ വളരെയധികം വിലയേറിയതാണ്. മാത്രമല്ല അത് നിറവേറ്റപ്പെടുമെന്ന് വിശ്വസിക്കുകയും ചെയ്യാം. ആറാമത്തെ ആഴ്ചയിൽ ക്രൂശിന് മുമ്പും പിൻപും കർത്താവായ യേശുക്രിസ്തുവുമായി ആത്മീയ ബന്ധ ഉടമ്പടി ഇസ്രായേലുമായിട്ട് ഉണ്ടായിരുന്നു എന്ന് നാം പഠിച്ചു. അങ്ങനെ അത് നാം പഠിക്കുമ്പോൾ ഏഴാമത്തെ ആഴ്ചയിൽ സീനായിൽ ദൈവം ഇസ്രായേലിനോട് സ്ഥാപിച്ച ഉടമ്പടി കൃപയുടേതായിരുന്നു എന്നാണ് നാം പഠിച്ചത്. എട്ടാമത്തെ ആഴ്ചയിൽ ഉടമ്പടിയുടെ പ്രധാന ഘടകം ദൈവകൽപ്പനയാണ്. അത് കൃപയുടെ ഉടമ്പടി കൂടെയാണ് എന്ന് നാം പഠിച്ചു. രക്ഷാപദ്ധതിയുടെ സമ്പൂർത്തിയിലേക്ക് നയിക്കുന്ന ഉടമ്പടി അടയാളമാണ് ശബത്ത് എന്ന് 9ാമത്തെ ആഴ്ചയിൽ നാം പഠിച്ചു. നിയമം ഹൃദയത്തിൽ ആലേഖനം ചെയ്യപ്പെടുമെന്ന് 10ാമത്തെ ആഴ്ച നാം പഠിച്ചു. 11ാമത്തെ ആഴ്ചയിൽ യാഗകർമ്മങ്ങളെല്ലാം മാറിപ്പോയി കർത്താവായ യേശുക്രിസ്തു സമ്പൂർണ്ണ യാഗമായി തീർന്നു എന്ന് നാം പഠിച്ചു. സ്വർഗത്തിലിപ്പോൾ കർത്താവായ യേശുക്രിസ്തു നമുക്ക് വേണ്ടി നമ്മെ പ്രതിനിധീകരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നാം അനുസരണക്കേട് മൂലമുള്ള കടം യേശുക്രിസ്തു വീട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് നീതീകരിക്കപ്പെട്ടവരായി നമുക്ക് ദൈവം മുമ്പാകെ നിൽക്കാമെന്ന് നാം പഠിച്ചു. ഇന്ന് 13ാമത്തെ ശബത്തിൽ പുതിയ ഉടമ്പടി ജീവൻ എന്നുള്ളത് പാഠമാണ് നാം പഠിക്കേണ്ടത്. അതിൻ്റെ മനഃപ്പാഠവാക്യം, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. യോഹന്നാൻ 10:10. ശരിക്കും എന്തിനായിട്ടാണ് ദൈവം വാഗ്ദത്തങ്ങൾ മനുഷ്യന് നൽകിയത്? അനുസരണക്കേടിൻ്റെ ഫലമായി ദൈവത്തിൽ നിന്നും അകന്നുപോയി പാപത്തിൻ്റെ പടുകുഴിയിൽ വീണുപോയ മാനവനെ രക്ഷയിലേക്ക് നടത്തുക എന്ന ദൗത്യ പൂർത്തീകരണത്തിനാണ് ദൈവം തമ്പുരാൻ വാഗ്ദത്തങ്ങൾ നൽകിയത്. ഉടമ്പടി വാഗ്ദത്തങ്ങളിലൂടെ നമ്മൾക്ക് ലഭിക്കുന്ന പ്രയോജനം എന്തൊക്കെയാണ്? ഉടമ്പടി വാഗ്ദത്തങ്ങളിലൂടെ നമ്മൾക്ക് ലഭിക്കുന്ന പ്രയോജനം, പുതുതാക്കപ്പെട്ട ഭൂമിയിൽ ഒരുക്കിയിരിക്കുന്ന നിത്യജീവനാണ്. പുതിയ ഭൂമിയുടെ ഫലം നമുക്ക് എപ്പോൾ ആസ്വദിക്കുവാൻ കഴിയും? എപ്പോൾ നാം ദൈവത്തെ രക്ഷിതാവായി നമ്മളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നുവോ അപ്പോൾ നമുക്ക് പുതിയ ഉടമ്പടിയുടെ അവകാശികളായി തീരാം. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത് എന്നാണ് നാം മനഃപ്പാഠവാക്യത്തിൽ പഠിച്ചത്. ഇതിൻ്റെ പശ്ചാത്തലം നമുക്കൊന്ന് നോക്കാം. പിന്നെയും യേശു അവരോട് പറഞ്ഞത്, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. എന്നാൽ രക്ഷകനായ യേശു വന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായിട്ട് ഉണ്ടാകുവാനും അത്രേ എന്നാണ്. സ്വാർത്ഥ ലക്ഷ്യത്തോടാണ് കള്ളൻ വരുന്നതും ആ കള്ളൻ ആടിനെ കൊന്നേക്കാം. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യ ഹൃദയങ്ങളിൽ വരുന്നത് സ്വാർത്ഥ ലക്ഷ്യങ്ങൾ ഇല്ലാതെയാണ്. മാത്രമല്ല ജീവൻ എടുപ്പാനല്ല, ജീവൻ നൽകാനത്രേ. കർത്താവായ യേശു ക്രിസ്തു നൽകിത്തരുന്ന ജീവൻ എന്ന് പറയുന്നത് ധന്യമായി എന്ന് വെച്ചാൽ സമൃദ്ധിയായി നൽകിത്തരുമെന്നാണ് പറഞ്ഞത്. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്ന നിമിഷത്തിൽ തന്നെ നമ്മൾ ജീവൻ്റെ അവകാശികളായിത്തീരുന്നു. നാം എപ്പോൾ നമ്മെ തന്നെ പരിപൂർണമായി പരിശുദ്ധാത്മാവിന്
കീഴ്പ്പെടുത്തി കൊടുക്കുന്നു, ആ നിമിഷം തന്നെ നമുക്ക് ലഭിക്കുന്ന വാഗ്ദാന പ്രകാരം നമ്മുടെ ജീവൻ ധന്യമാകുന്നു. ലഭിക്കുന്നത് വെറും ജീവനല്ല, ധന്യമായ ജീവിതമാണ്. അങ്ങനെ മാത്രമല്ല, അധികം സമൃദ്ധിയായിട്ടാണ് ദൈവം നമ്മൾക്ക് ജീവൻ നൽകിത്തരുന്നത്. ഞായറാഴ്ചത്തെ പാഠത്തിലേക്ക് നാം വരുമ്പോൾ സന്തോഷം എന്ന തലവാചകത്തിൽ 1 യോഹന്നാൻ 1:4 നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ഞങ്ങൾക്ക് കൂട്ടായ്മ പിതാവിനോടും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാകുന്നു. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ആദ്യ 12 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു യോഹന്നാൻ. യേശുവിൻ്റെ ജീവിതത്തിലുണ്ടായ പല മഹാത്ഭുതങ്ങളിലും ദൃക്സാക്ഷിയായിരുന്നു യോഹന്നാൻ അപ്പോസ്തലൻ. ഉദാഹരണമായി, യേശുക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ട സമയത്ത് ക്രൂശിന് സമീപം യോഹന്നാൻ ഉണ്ടായിരുന്നു. മറുരൂപമലയിൽ യോഹന്നാൻ ഉണ്ടായിരുന്നു. ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിൻ്റെ കല്ലറയ്ക്കൽ യോഹന്നാൻ ഉണ്ടായിരുന്നു. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ആരുമായിട്ടാണ് നമുക്ക് സഖ്യത ഉണ്ടാകേണ്ടത്, അല്ലെങ്കിൽ കൂട്ടായ്മ ഉണ്ടാകേണ്ടത്? തൻ്റെ പുത്രനായ യേശുവിൽ കൂടെ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത പിതാവാം ദൈവത്തിൻ്റെ സന്തോഷ കൂട്ടായ്മയിലേക്ക് വരുവാനാണ് അപ്പോസ്തലൻ ഇവിടെ നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. ഈ ലോകത്തിന് നീണ്ടു നിൽക്കുന്ന യഥാർത്ഥ സന്തോഷം നൽകുവാൻ കഴിയുന്നതല്ല. ദൈവവുമായും പുത്രനുമായും പരിശുദ്ധാത്മാവുമായും അഭേദ്യമായ ബന്ധമുണ്ടെങ്കിൽ, ഈടാർന്ന ബന്ധമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ലോക ജീവിതത്തിൽ സന്തോഷവും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനും ലഭിക്കൂ. ഒരു ആത്മീയ പ്രബുദ്ധതയുടെ അളവുകോൽ അല്ലെങ്കിൽ ഒരു കല്ല് ഒരു മനുഷ്യൻ്റെ സാൻമാർഗിക ജീവിതവും ദൈവവചനപ്രകാരം അവൻ വെളിച്ചത്തിൽ നടക്കുന്നതും കൂടി ആണ്. അങ്ങനെ ഒരാൾ വെളിച്ചത്തിലാണ് നടക്കുന്നതെന്ന് എങ്ങനെ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും? ദൈവത്തോടും സഹവിശ്വാസികളോടും ഉള്ള അവൻ്റെ കൂട്ടായ്മയും ചെയ്തു പോയ പാപത്തെക്കുറിച്ചുള്ള അവബോധവും ചെയ്ത തെറ്റ് ബോധ്യപ്പെടുമ്പോൾ അതിനുള്ള അനുതാപവും മൂലം ആ ആളിനുണ്ടാകുന്ന മാറ്റമാണ് ഒരാൾ വെളിച്ചത്തിൽ നടക്കുന്നു എന്ന് നമുക്ക് ബോധ്യമുണ്ടാകുന്നത്. നമ്മുടെ പാപങ്ങളെ ക്ഷമിക്കുവാൻ ദൈവത്തിൻ്റെ നീതിയുള്ള അടിസ്ഥാനമാണ് കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ ചിന്തിയ രക്തം. ഏതൊരു കുടുംബാവിയെയും രക്ഷിപ്പാൻ മതിയായതാണ് യേശുവിൻ്റെ രക്തം. തിങ്കളാഴ്ചത്തെ പാഠഭാഗത്തെ കുറ്റബോധമോചനം എന്ന സൈഡ് ഹെഡിങ്ങോടുകൂടി റോമർ 8:1 പറയുന്നു, അതുകൊണ്ട് ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. എങ്ങനെ ശിക്ഷാവധിയിൽ നിന്നും മോചനം മനുഷ്യന് ലഭിക്കുന്നു? ഒരു നല്ല ചോദ്യമല്ലേ? എങ്ങനെയാണ് ശിക്ഷാവധിയിൽ നിന്നും ഒരു മനുഷ്യന് മോചനം ലഭിക്കുന്നത്? യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഒരു ദൈവ പൈതൽ ആദാമ്യ പാപത്തിൻ്റെ ശിക്ഷാവധിയിൽ നിന്നും മോചിക്കപ്പെട്ടവനായി മാറും. എന്തുകൊണ്ടാണ് ശിക്ഷാവധി ഒരു മനുഷ്യനില്ലാത്തത്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നിച്ച് മനുഷ്യനെ രക്ഷാപദ്ധതിയിലേക്ക് ആക്കുമ്പോൾ അവന് ശിക്ഷാവധി ഇല്ലാതെ വരും. പിതാവാൻ ദൈവം പുത്രനെ മനുഷ്യനെ രക്ഷിപ്പാനായി ഭൂമിയിലേക്ക് അയച്ചു. പരിശുദ്ധാത്മാവാൻ ദൈവം നമ്മെ ആദാമ്യ ശിക്ഷാവധിയിൽ നിന്നും വിടുതലുള്ളവരാക്കി തീർക്കുന്നതിന് വേണ്ടി നിരന്തരം നമ്മോട് സംവാദിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ മരണവും ഉയിർപ്പും എന്ന് വെച്ചാൽ അവൻ ക്രൂശിൽ ചിന്തിയ രക്തം മൂലം നമ്മുടെ പാപത്തെ കഴുകി നാം ശുദ്ധിയുള്ളവരായിത്തീരുന്നു. ആർക്കാണ് നിത്യജീവൻ ലഭിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 5:24 ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്.
ഞാൻ വീണ്ടും ആ ഭാഗം ഒന്നുകൂടെ വായിക്കുന്നു. അനേക ദൈവദാസന്മാരെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന ഒരു മഹത് ദൈവവചനമാണ്. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്നും ജീവനിലേക്ക് കടക്കുന്നു. ദൈവത്തിൽ വിശ്വസിക്കുന്ന നിമിഷം തന്നെ അവന് ജീവനിലേക്ക് കടക്കുവാനുള്ള അവകാശം ലഭിക്കുന്നു. ജീവൻ കൊടുക്കുവാനുള്ള അധികാരം യേശു ക്രിസ്തുവിനുണ്ട്. അങ്ങനെ ജീവൻ ലഭിക്കുന്നവന് അവൻ നിത്യജീവനിലേക്ക് കടക്കുന്നു. അവന് ന്യായവിധിയിൽ നിന്ന് ഒഴിവ് ലഭിക്കുന്നു എന്നും പറയുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹമസൃണമായ ഈ ആഹ്വാനം വളരെ വ്യക്തതയോടുകൂടി തന്നെ അപ്പോസ്തലൻ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നാം അതിനുവേണ്ടി എന്താണ്, നിത്യജീവനിലേക്ക് കടക്കുന്നതിന് നാം എന്താണ് ചെയ്യേണ്ടത്? ലോകരക്ഷിതാവായി യേശുക്രിസ്തുവിനെ അംഗീകരിക്കണം. ലോകരക്ഷിതാവായി യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ച പിതാവാൻ ദൈവത്തിൽ വിശ്വസിക്കണം. മനുഷ്യരെ പാപത്തിൽ നിന്ന് വിടുതലുള്ളവരായി ദൈവഭാഗത്ത് നിന്ന് ജീവിക്കുന്നതിന് പരിശുദ്ധാത്മാവാൻ ദൈവത്തെ അംഗീകരിക്കണം. ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നൽകുന്നതാണ് നിത്യജീവൻ. ആർക്കാണ് നിത്യജീവൻ ലഭിക്കുന്നത്? ക്രിസ്തുയേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ ലഭിക്കും. അതെപ്പോഴാണ്? വീണ്ടും ജനന സമയത്ത് ലഭിക്കുന്ന ആത്മീയ ജനനമാണത്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. കാരണം കർത്താവായ യേശുക്രിസ്തു അവൻ്റെ ജീവൻ്റെ വില കാൽവരിയിൽ കൊടുത്തു തീർത്തു. അങ്ങനെയുള്ളവൻ ഇനിയും ന്യായവിധി ഇല്ല. യേശുവിൽ വിശ്വസിക്കുന്നവൻ നീതിയിലേക്ക് കടന്നിരിക്കുന്നു. നീതീകരണം നമ്മൾക്ക് എങ്ങനെ ലഭിക്കുന്നു എന്ന് റോമർ 3:24-25 വാക്യങ്ങളിൽ നാം കാണുന്നു. അവൻ്റെ കൃപയാൽ ക്രിസ്തുവിങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായ അത്രേ നീതീകരിക്കപ്പെടുന്നത്. ഞാൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ അത് വായിക്കാം. അവൻ്റെ കൃപയാൽ ക്രിസ്തുവേശുവിങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായ അത്രേ നീതീകരിക്കപ്പെടുന്നത്. വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ എന്താണ് നാം അർത്ഥമാക്കുന്നത്? നമ്മൾക്ക് എന്താണ് നാം അത് മനസ്സിലാക്കിയത്? വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ വില കൊടുത്ത് വാങ്ങുക എന്നാണ്. ഇവിടെ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തമാണ് നമ്മെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിനായി കർത്താവായ യേശുക്രിസ്തു കൊടുത്ത വില. തൻ്റെ സ്വന്തം നീതി സമർപ്പിച്ചുകൊണ്ട് സ്വന്തം രക്തവുമായി യേശുക്രിസ്തു പിതാവിൻ്റെ സന്നിധിയിൽ നമുക്കായി മധ്യസ്ഥത വഹിക്കുന്നു. ഇപ്പോൾ കർത്താവിൻ്റെ ഉടമ്പടി ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ വാഗ്ദത്തങ്ങളിലൊന്ന് കുറ്റബോധത്തിൻ്റെ ഭാരത്താൽ ഞെരുങ്ങി നാം ഒരിക്കലും തുടർന്ന് ജീവിക്കേണ്ടതില്ല എന്നാണ്. അനുതാപം ആവശ്യമാണ്, അതിന് അനുസരണം ആവശ്യമാണ്. അനുതാപവും അനുസരണവുമാണ് അതിൻ്റെ വ്യവസ്ഥകൾ. നാം ചൊവ്വാഴ്ച ഭാഗത്തേക്ക് വരുമ്പോൾ പുതു ഉടമ്പടിയും പുതു ഹൃദയവും, അവിടെ ഇരമ്യാവ് 31, 37 മുതൽ 33 വരെ, എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ക്വാർട്ടറിലെ പാഠത്തിലും ഈ ക്വാർട്ടറിൽ നാം ഇതുവരെ പഠിച്ച ഭാഗങ്ങളിലും പല സമയങ്ങളിൽ ഈ ദൈവവചനം നമ്മെ പല വിധത്തിൽ ഓർമ്മിപ്പിച്ചു. ഇന്നും ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ നാം കൂടുതൽ ശ്രദ്ധാപൂർവം ഇത് പഠിക്കുകയും ഇതിന് നമ്മൾ കൂടുതൽ വില കൽപ്പിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇപ്രകാരമാകുന്നു: ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവവുമായും അവർ എനിക്ക് ജനവുമായിരിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. അവർ ആബാലവൃന്ദം എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അകൃത്യം മോചിക്കും. അവരുടെ പാപം ഇനിയും
ഓർക്കുകയുമില്ല എന്ന് പറയുന്നുണ്ട്. എത്ര മേത്തരമായ വാക്യം, എത്ര സമാധാനം തരുന്ന വാക്യം. കർത്താവായ യേശു ക്രിസ്തു കൽപ്പനകൾ അല്ലെങ്കിൽ പുതിയ നിയമം നമ്മുടെ ഹൃദയ ഭിത്തികളിൽ എഴുതുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുമാത്രമല്ല, അന്ന് വരെ അവൻ ചെയ്ത പാപം ഒരിക്കൽ പോലും ഓർക്കുന്നുമില്ല എന്ന് പറയുന്നു. ദൈവം എന്താണ് ഇസ്രായേലിന് നൽകുമെന്ന് വാഗ്ദത്തം ചെയ്തത്? എന്താണ്? പുതു ഉടമ്പടി പ്രകാരം ദൈവം ഒരു പുതിയ ഹൃദയം ഇസ്രായേലിന് നൽകും. മാത്രമല്ല, അവരുടെ ഹൃദയങ്ങളിൽ അത് എഴുതും. അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. പൗലോസ് അപ്പോസ്തലൻ്റെ ഒരു പ്രാർത്ഥന എഫേസ്യർ 3:17 മുതൽ 19 വരെയുള്ള ഭാഗത്ത് നമുക്ക് കാണാം. എനിക്ക് തോന്നുന്നു സുവിശേഷകന്മാരിൽ അപ്പോസ്തലന്മാർ ഏറ്റവും അധികം വിശ്വാസികളെ സ്നേഹിച്ച അപ്പോസ്തലനാണ് പൗലോസ് അപ്പോസ്തലൻ. പൗലോസ് അപ്പോസ്തലൻ്റെ പ്രാർത്ഥന ഞാൻ വായിക്കാം. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ന സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏത് അപ്പോസ്തലനാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചത്? തൻ്റെ സ്വന്തം വിശ്വാസികൾ, താൻ ദൈവഭാഗത്ത് കൊണ്ടുവന്ന വിശ്വാസികൾ ക്രിസ്തുവിൻ്റെ വിശ്വാസത്താൽ നിറയണം, ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയായിരിക്കട്ടെ നമ്മുടെ എല്ലാ സുവിശേഷകന്മാരുടെയും മനസ്സിൽ അവർ നേടിയ വിശ്വാസികളെക്കുറിച്ച് ഉണ്ടാകേണ്ടത്. പൗലോസ് അപ്പോസ്തലൻ വിശ്വാസികൾക്ക് വേണ്ട പ്രാർത്ഥനയുടെ സവിശേഷത എന്താണെന്നൊന്ന് നമ്മൾ നോക്കിയാൽ, ഒരു പിതാവിനേക്കാൾ സ്നേഹമസൃണമായ ഉപദേശവും പ്രാർത്ഥനയുമാണ് പൗലോസ് എഫേസ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിൻ്റെ ധനത്തിനൊത്തവണ്ണമുള്ള അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ദൈവത്തിൻ്റെ ധനത്തിനൊത്തവണ്ണമുള്ള അനുഗ്രഹങ്ങളാണ് പൗലോസ് കാംക്ഷിക്കുന്നത്. തുടർന്ന് നാം ബലപ്പെടുവാനും നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവ് വസിക്കുവാനും പ്രാർത്ഥിക്കുന്നു. വീണ്ടും നാം സ്നേഹത്തിൽ വേരൂന്നണമെന്ന് പറയുന്നു. എന്താണ് സ്നേഹത്തിൽ വേരൂന്നുക എന്ന് പറഞ്ഞാൽ? നാം ഒരു ചെടി എടുത്താൽ അത് ശരിക്കും അതിൻ്റെ വേരുകൾ മണ്ണിൽ ഊന്നപ്പെട്ടെങ്കിൽ മാത്രമേ അത് നന്നായി വളരുകയുള്ളൂ, നന്നായി ഫലം തരികയുമുള്ളൂ. അതുപോലെ തന്നെ നാം ക്രിസ്തുവിൽ വേരൂന്നി അവൻ്റെ സ്നേഹത്തിൽ വളരേണ്ടതാണ്. എല്ലാ ദൈവമക്കളും ക്രിസ്തുവിൽ വേരൂന്നി അവൻ്റെ സ്നേഹത്തിൽ വളരണം. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ വീതി, നീളം, ഉയരം, ആഴം അതാർക്ക് ഗ്രഹിക്കാൻ കഴിയും? അല്പമെങ്കിലും ഞാനൊന്ന് മറ്റു പല വേദപണ്ഡിതന്മാരുടെ അഭിപ്രായം ഞാൻ വായിച്ചതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു ഭാഗം ഞാൻ പറയാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം, അതിൻ്റെ വീതി എന്ന് പറയുന്നത് മുഴുവൻ ലോകവുമാണ്. അതിൻ്റെ നീളം നിത്യകാലം, അതിൻ്റെ ഉയരം സ്വർഗത്തോളം, അതിൻ്റെ ആഴം ക്രൂശിലെ മരണത്തോളം. ഈ സ്നേഹമാണ് രക്ഷകനായ യേശുവിൻ്റെ താൻ പാപത്തിൽ നിന്നും വീണ്ടെടുത്ത ഒരു ദൈവ പൈതലിന് വേണ്ടി പ്രകടിപ്പിക്കുന്നത്. വീതി മുഴു ലോകവും, നീളം നിത്യകാലവും, ഉയരം സ്വർഗത്തോളവും, ആഴം ക്രൂശിലെ മരണത്തോളം. നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും അപ്പുറമായി അത്യന്തം അനവധിയായിട്ടാണ് പലപ്പോഴും ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത്, അല്ലേ? പലപ്പോഴും നമ്മളത് ചിന്തിച്ചിട്ടുണ്ടാകുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും നാം അറിയാതെ, നമ്മൾ ചിന്തിക്കാതെ, നാം നനയ്ക്കാതെ, നമ്മുടെ മനസ്സിൽ തോന്നാത്ത രീതിയിൽ ദൈവം നമ്മെ അനവധിയായി അനുഗ്രഹിക്കുന്നുണ്ട്. 1 യോഹന്നാൻ 4:16 ദൈവ സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. ഈ സ്നേഹവും ഈ അനുഗ്രഹത്തിൻ്റെ ഒക്കെ മുഖാന്തരം യേശു ക്രിസ്തുവാണ്.
നാം ബുധനാഴ്ചത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ പുതിയ ഉടമ്പടിയും നിത്യജീവനും. യോഹന്നാൻ 11:25-26. ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ ജീവിച്ചിരിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. യോഹന്നാന് 11:25-26 ഞാൻ വായിച്ചത്. ഈ വേദഭാഗത്തിനൊരു പ്രത്യേക പശ്ചാത്തലമുണ്ട്. എപ്പോഴാണ് ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ ജീവിച്ചിരിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല? എന്താണ് ഇതിൻ്റെ പശ്ചാത്തലം? ലാസർ മരിച്ച് ലാസറിനെ അടക്കി. അതിനുശേഷം യേശുക്രിസ്തു ലാസറിൻ്റെ ഭവനത്തിൽ വന്നു. ഈ മാർത്ത ലാസർ പുനരുത്ഥാന നാളിൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു എന്ന് മാർത്ത യേശുക്രിസ്തുവിനോട് പറഞ്ഞപ്പോൾ യേശുവിൻ്റെ ഉത്തരമാണ്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ ജീവിച്ചിരിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല. പുനരുത്ഥാനവും ജീവനും തന്നോട് ബന്ധപ്പെട്ട വിഷയമാണ് എന്നും അത് താൻ തന്നെയാണെന്ന് മാർത്ത വിശ്വസിക്കണമെന്ന് യേശുക്രിസ്തു ചിന്തിച്ചിരുന്നു, ആഗ്രഹിച്ചിരുന്നു. എന്താണ് പുനരുത്ഥാനം എന്ന് പറഞ്ഞാൽ? പുനരുത്ഥാനം എന്ന് പറഞ്ഞാൽ ജീവൻ മരണത്തിന്മേൽ ജയം പ്രാപിക്കുന്നതാണ് പുനരുത്ഥാനം. അതിനുള്ള ശക്തി, പുനരുത്ഥാനത്തിനുള്ള ശക്തി ക്രിസ്തുവിലാണ്. അതുകൊണ്ട് മരണത്തിന് പുനരുത്ഥാനത്തിൻ്റെ ജീവശക്തിയെ ഒരു കാലത്തും തടുക്കാനാകുകയില്ല. കർത്താവായ യേശുവിൽ ഒരുവൻ വിശ്വസിക്കുമ്പോൾ അവൻ ജീവൻ്റെയും പുനരുത്ഥാനത്തിൻ്റെയും ശക്തി അവനിൽ പ്രകടമാകും. ഈ ജീവനും പുനരുത്ഥാനവും എന്ന് പറയുന്നത് പരസ്പര പൂരകങ്ങളാണ്. ഇങ്ങനെ 2 കൊരിന്ത്യർ 5:8 ഇങ്ങനെ ഞങ്ങൾ ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. വെളിപ്പാട് 2:11 ജയിക്കുന്നവന് 2ാം മരണത്തിൽ ദോഷം വരികയില്ല എന്ന് പറയുന്നു. വെളിപ്പാട് 20:6 ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാൻ വിശുദ്ധനുമാകുന്നു, അവരുടെ മേൽ 2ാം മരണത്തിന് അധികാരമില്ല. ഈ വെളിപ്പാട് പുസ്തകത്തിലെ 1ാം മരണം 2ാം മരണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് ഈ 1ാം മരണം? നീതിമാൻ 1ാം മരണമല്ല, 1ാം പുനരുത്ഥാനം. നീതിമാന്മാരുടെ പുനരുത്ഥാനമാണ് 1ാം പുനരുത്ഥാനം. അപ്പോൾ 2ാം പുനരുത്ഥാനം ദുഷ്ടന്മാരുടെ പുനരുത്ഥാനമാണ്. ഇവ തമ്മിൽ ഏതാണ്ട് 1000 വർഷത്തെ ഇടവേളയുണ്ട്. മരണം ഒരു യാഥാർത്ഥ്യമാണ്. അതൊരിക്കലും നമുക്ക് നിരസിക്കാൻ കഴിയാത്ത കാര്യമാണ്. എന്നാൽ യേശുവിൽ നിദ്ര പ്രാപിക്കുന്നവർക്ക് മരണം ഒരു നിദ്രയാണ്, വെറും ഒരു ഉറക്കമാണ്. യേശു വീണ്ടും വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ അമർത്യരായി ഉയർക്കുകയും ജീവിച്ചിരിക്കുന്ന ദൈവജനം കണ്ണിമയ്ക്കുന്നതിനിടയിൽ രൂപാന്തരപ്പെടുകയും ചെയ്യും. എന്തോ ഒരു നല്ല ഭാഗ്യാവസ്ഥ! യേശു വീണ്ടും വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ അമർത്യരായി ഉയർക്കപ്പെടുകയും ജീവിച്ചിരിക്കുന്ന ദൈവജനം കണ്ണിമയ്ക്കുന്നതിനിടയിൽ രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ നല്ല അനുഭവം എന്നെ ശ്രവിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. നാം പാഠത്തിൻ്റെ ഏതാണ്ട് അവസാന ഭാഗത്തേക്ക് നാം എത്തി. വ്യാഴാഴ്ചത്തെ ഭാഗത്തിൽ പുതിയ ഉടമ്പടിയും ദൗത്യവും. അവിടെ മത്തായി 28:19-20 ഈ വാക്യവും ഈ വാക്യങ്ങളും കഴിഞ്ഞ ക്വാർട്ടറിൽ നാം പഠിച്ചതാണ്. വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. ഏതെങ്കിലും കാര്യത്തിൽ നാം പിന്നോട്ടാണ് എങ്കിൽ നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു ഈ വചനഭാഗങ്ങൾ. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. എത്ര മേത്രമായ വാക്യം!
ശരിക്കും ഈ വചനഭാഗത്തിന് ഒരു പശ്ചാത്തലമുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരുമായുള്ള അന്ത്യ കൂടിക്കാഴ്ചയെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ആ അന്ത്യ കൂടിക്കാഴ്ച രാത്രി മുഴുവൻ ഉണ്ടായിരുന്നു. പ്രഭാതമായപ്പോൾ അവൻ ഗിദ്രോൻ തോട് കടന്ന് ഗെസമേനെ തോട്ടത്തിലൂടെ ഒലിവുമലയിൽ എത്തി. യേശു ക്രിസ്തു അവരെ ആശ്വസിപ്പിച്ചു, അവരെ ഉപദേശിച്ചു, അവരെ ധൈര്യപ്പെടുത്തി. ശരിക്കും ഗുരു ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ കരുതൽ ധനമാണ് ആശ്വസിപ്പിക്കുക, ഉപദേശിക്കുക, ധൈര്യപ്പെടുത്തുക. ശരിക്കും കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ശിഷ്യന്മാർക്ക് കൊടുത്ത ആദ്യ ദൗത്യം എന്ന് പറയുന്നത് യഹൂദന്മാരോട് ചെന്ന് സുവിശേഷം അറിയിക്കുക എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തു അവരോട് പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ കർത്താവ് കൊടുത്ത നിയോഗം സകല ജാതികളോടും സുവിശേഷം അറിയിക്കുവാനാണ്. വിശ്വസിക്കുന്ന ഏവനെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തുവാൻ പറയുന്നു. കർത്താവിന് സകല ജാതികളിൽ നിന്ന് ശിഷ്യന്മാരുണ്ടാകണം എന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ക്രൂശിക്കപ്പെട്ടവനും ഉയർത്തെഴുന്നേറ്റവനുമായ ഒരു രക്ഷകൻ പാപികൾക്ക് വേണ്ടി മരിക്കുകയും അവർക്ക് നിത്യജീവൻ നൽകാമെന്ന സന്തോഷം, ആ സന്തോഷ വാർത്ത ലോകമെമ്പാടുമുള്ളവർ അറിയണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ. എന്നാൽ ഈ സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവാനുള്ള മാനദണ്ഡം എന്താണ്? വിശ്വസിക്കുന്ന ഏവരെയും. എന്ത് വിശ്വസിക്കണം? പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാണ് പാപച്ചെളിയിൽ ആണ്ടുപോയ പാപിയെ വീണ്ടെടുക്കുവാനുള്ള മാർഗം. അങ്ങനെയെങ്കിൽ വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ച് ശിഷ്യരാക്കിക്കൊള്ളുവാനാണ് ആഹ്വാനം. എന്തൊക്കെയാണ് നാം വിശ്വസിക്കേണ്ടത്? ദൈവം തങ്ങളുടെ പിതാവാണെന്ന് വിശ്വസിക്കണം. യേശു ക്രിസ്തു തങ്ങളുടെ രക്ഷിതാവും കർത്താവുമാണെന്ന് വിശ്വസിക്കണം. പരിശുദ്ധാത്മാവ് നമ്മെ ഉപദേശിച്ചെന്നും വഴി നടത്തുന്നവനാണെന്നും വിശ്വസിക്കണം. ഇതാണ് ശിഷ്യരാകുന്നതിൻ്റെ മാനദണ്ഡം. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമി വിട്ടു പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാർക്ക് ധൈര്യപ്പെടുത്തി കൊടുത്ത വാക്ക്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് വാഗ്ദാനം ചെയ്തു. ആ കർത്താവാണ് ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തിയത്. ഈ വാഗ്ദത്തത്തിൻ്റെ പ്രത്യേകത എന്താണ്? കണ്ണുനീരിൻ്റെയും പ്രശ്നങ്ങളുടെയും ഉപദ്രവങ്ങളുടെയും പീഡനങ്ങളുടെയും നടുവിൽ ഈ വാഗ്ദത്തം എല്ലാ ദൈവമക്കളെയും ധൈര്യപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ദൈവമക്കളും അവരുടെ കണ്ണുനീരിൻ്റെയും അവരുടെ അധൈര്യത്തിൻ്റെയും ഉപദ്രവങ്ങളുടെയും പീഡനങ്ങളുടെയും നടുവിലായിരുന്നപ്പോൾ എല്ലാ നാളും ഞാൻ നിങ്ങളോടുകൂടെയുണ്ട്, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോടുകൂടെയുണ്ട് എന്ന് പറഞ്ഞ വാക്ക് അവരെ ധൈര്യപ്പെടുത്തി. ഈ വാക്കുകളുണ്ടല്ലോ, ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അന്ത്യനിയോഗം, ശിഷ്യന്മാർ കൊടുത്ത അന്ത്യനിയോഗത്തിൽ ഇത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രാജകീയ അവകാശമാണ്, രാജകീയ കൽപ്പനയാണ്, രാജകീയ വാഗ്ദത്തമാണ്. സകല അധികാരവുമുള്ളവൻ നമ്മോട് ആവശ്യപ്പെടുന്നു. വാഗ്ദാനം നൽകി തന്നിട്ടാണ് നമ്മോട് ആവശ്യപ്പെടുന്നത്, പുറപ്പെടുക. പിന്നെ നാം എന്തിനു ഭയപ്പെടണം? എന്താണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം? ദൈവഭാഗത്ത് വന്ന ഒരു ദൈവ പൈതലിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് ആത്മാക്കളെ നേടുക. അനേക സുവിശേഷകന്മാരെ വിവിധ രാജ്യങ്ങളിലേക്ക് കർത്താവിന് വേണ്ടി പോകുവാൻ പ്രചോദനം നൽകിയ ഒരു വാഗ്ദത്തമാണ് ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന വാക്കുകൾ. അനേകായിരങ്ങളെ രക്തസാക്ഷികളാക്കി മാറ്റിയ വചനങ്ങളാണ്
അവരെ മരണസമയത്തും മരണത്തിൻ്റെ വായിൽ അവരകപ്പെട്ടപ്പോൾ അവരെ ധൈര്യപ്പെടുത്തി, അതിനെ അഭിമുഖീകരിക്കാൻ ധൈര്യപ്പെടുത്തിയത് ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ട് എന്നുള്ള മഹത്തായ വാഗ്ദത്തമാണ്. ഈ വാഗ്ദത്തം നൽകിയവൻ മരിച്ചവനല്ല, മരിച്ചുയർത്തെഴുന്നേറ്റവനാണ്. ഇന്നും നമുക്കായി ജീവിക്കുന്ന രക്ഷിതാവിൻ്റെ മുഴങ്ങുന്ന ആഹ്വാനമാണ് ഞാൻ എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്നുള്ളത്. കർത്താവായ യേശുക്രിസ്തു അന്തിമമായി പറഞ്ഞ വാക്കുകളാണ് ഞാൻ നിങ്ങളോടുകൂടെയുണ്ട്. എന്നാൽ മഹത്വപൂർണനായ കർത്താവിൽ നിന്നുള്ള ഈ നിയോഗം ഇതുവരെയും പരിപൂർണമായി പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ഈ നിയോഗം പൂർത്തീകരിക്കുവാനുള്ള നിയോഗം വിശ്വാസവും ധൈര്യവും നൽകുന്ന വാഗ്ദത്തമാണ് ഞാൻ എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്നുള്ളത്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്, ജോസഫ്, മോശ, ദാനിയേൽ, അപ്പോസ്തലന്മാർ എന്നിവരോടൊപ്പം എല്ലാ നാളും ഉണ്ടായിരുന്ന കർത്താവായ യേശു ക്രിസ്തു നമ്മോടും കൂടെ എല്ലാ നാളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷത എൻ യേശു വരുമ്പോൾ. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയഹിക്കുമാദിനം പ്രധാന ദൂതൻ തൻ കാഹളം കേട്ടിടുമ്പോൾ. ശുദ്ധരിൻ ഗണമുയർക്കുമക്ഷയരായി മറുരൂപം പ്രാപിക്കും അന്നാളിൽ നാം. തൻ വരവിൻ ദിനം അത്ഭുതമാം ദിനം രോഗദുഃഖാദികൾ മാറിടുമാദിനം. നമുക്കായൊരുക്കിയ അത്ഭുത ഭവനം കർത്തൻ വരവിനായൊരുങ്ങിടുക. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു. ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളുന്നു.
സർവമിഴികളും ദർശിച്ചിടുമാ പ്രത്യക്ഷതയൻ യേശു വരുമ്പോൾ ബഹുദൂതരുമായി മേഘത്തേരതിൽ എൻ പ്രിയ രക്ഷകനെഴുന്നള്ളി